ദി ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്നറിയപ്പെടുന്ന ലുഡ്വിഗ് ബോൾസ്മാൻ്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗും ഇമ്പോർട്ടൻറ്റുമാണ്. 1844 ഫെബ്രുവരി മാസം 20 ഓസ്ട്രിയയുടെ വിയന്ന എന്ന നഗരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഒരു കാത്തലിക് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മൂത്ത മകനായിരുന്ന ബോൾസ്മാൻ ചെറുപ്പം തൊട്ടേ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ 22-ാം വയസ്സിൽ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിൽ ഗ്രാജുവേഷന് ജോയിൻ ചെയ്ത അദ്ദേഹം വെറും 4 കൊല്ലം കൊണ്ട് തന്നെ PhD കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു. അക്കാലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിൻ്റെ ഡയറക്ടറായിരുന്ന ജോസഫ് സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിരുന്ന ബോൾസ്മാൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിലൂടെ ഒരു ഫുൾ ടൈം പ്രൊഫസറായിട്ട് ബോൾസ്മാനെ അപ്പോയിന്റ് ചെയ്തു. എന്നാൽ ശരിക്കും ഫിസിക്സ് കമ്മ്യൂണിറ്റിയെ തന്നെ ഞെട്ടിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ PhD തീസീസ് ആയിരുന്നു. ദി കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന വർക്കിലൂടെ തെർമോഡൈനാമിക്സ് എന്ന സബ്ജക്ട് വേറിട്ടൊരു കാഴ്ചപ്പാടിലൂടെയാണ് ബോൾസ്മാൻ ചിത്രീകരിച്ചത്. വെറും ക്ലാസിക്കൽ മെക്കാനിക്സ് കൊണ്ട് മാത്രം ഒരു ഗ്യാസ് മീഡിയത്തിൻ്റെ കൈനമാറ്റിക്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാലമായിരുന്നു അത്. അപ്പോഴാണ് ബോൾസ്മാൻ പ്രോബബിലിറ്റിയും സ്റ്റാറ്റിസ്റ്റിക്സും കൊണ്ടും ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. ദി അറ്റോമിക് തിയറിയിൽ ഉറച്ചു വിശ്വസിച്ചിരുന്ന ബോൾസ്മാൻ പക്ഷേ നേരിടേണ്ടി വന്നത് മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മറ്റ് സയൻറ്റിസ്റ്റും ആയ ആളുകൾ അദ്ദേഹത്തിനെ നിരന്തരം കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തു. അവർ എല്ലാവരുടെയും വാദം ഇപ്രകാരമായിരുന്നു: നമ്മളെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഈ ആറ്റംസും മോളിക്യൂൾസും കൊണ്ടാണോ നമുക്ക് കാണാൻ പറ്റുന്ന മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ വെറും വിഡ്ഢിത്തരമല്ലേ? ഇതുകൊണ്ട് തന്നെ ഒരു വിഡ്ഢി എന്ന പോലെയായിരുന്നു അവർ ബോൾസ്മാനെ കണ്ടത്. എന്നാൽ ഈ ഒരു കാലം കൊണ്ട് തന്നെ ഒരു മേജർ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ അദ്ദേഹം നൽകി കഴിഞ്ഞിരുന്നു. ഈ കാണുന്ന ഇക്വേഷൻ നിങ്ങൾ കണ്ടോ? ഇത് യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഒരു മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീനെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ഒറ്റ ഫോർമുല കൊണ്ട് മാത്രം നമുക്കൊരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഡൈനാമിക്സും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത്രയും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയ തിയററ്റിക്കൽ റിസർച്ച് നടത്തിയ ബോൾസ്മാൻ്റെ ജീവിതത്തെ കാത്തിരുന്നത് വളരെ ദുഃഖിക്കുന്ന കാലങ്ങളായിരുന്നു. ബൈപോളാർ ഡിസോർഡർ എന്ന കണ്ടീഷൻ പിടിപെട്ടതോടെ ഒരു ഡിപ്രസ് സ്റ്റേറ്റിലേക്ക് അദ്ദേഹം തള്ളപ്പെട്ടു. ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ നിരന്തരം ഭയവും ഹാലൂസിനേഷൻസും അദ്ദേഹത്തിനെ അലട്ടി. അങ്ങനെ ഇരിക്കവെയാണ് കുടുംബത്തോടെ വെക്കേഷനിൽ പോയ അദ്ദേഹം ഒരു മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ബോൾസ്മാൻ എന്ന മഹാനെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക.